ഡെയിലി ലൈഫിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റാതെ പൊറുതിമുട്ടിയിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഫിനാൻഷ്യൽ സ്ട്രെസ്സ്, കരിയർ പ്രഷർ, വർക്ക് പ്രഷർ, ഫാമിലി ട്രോമാസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്നിങ്ങനെ ഒട്ടനവധി പ്രോബ്ലംസ് നമ്മളെ ബാധിക്കുന്നുണ്ടാവാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് എന്താണ് സ്ട്രെസ് എന്ന് നമുക്ക് നോക്കാം. സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ബോഡിയുടെ ഒരു വേ ഓഫ് റെസ്പോൺസ് ആണ്. എന്തെങ്കിലും ഒരു ചലഞ്ചസ്, അതൊരു ഫിസിക്കലായിട്ടുള്ള നമുക്കൊരു ഇൽനെസ് സംഭവിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് പോലത്തെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇഷ്യൂ സംഭവിക്കുമ്പോഴാകാം, അതുമല്ല നമ്മളിപ്പോൾ നമ്മുടെ മെൻ്റലി നമ്മൾ ചുമ്മാ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യുമ്പോഴൊക്കെ ആകാം. ഇതിൽ ഏതൊരു സമയത്തും നമ്മുടെ ഒരു ചലഞ്ച് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു വേ ആണ്, ഒരു കൈൻഡ് ഓഫ് ഒരു റെസ്പോൺസ് ആണ് സ്ട്രെസ് എന്ന് പറയും. സ്ട്രെസ് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇതുപോലത്തെ സ്ട്രെസ് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായതെന്നുള്ളത്. സോ ആക്ച്വലി സ്ട്രെസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ സേവ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വളരെ പണ്ട് കാലം മുതലേ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഡേഞ്ചറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിയലൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ പെർസീവ് ചെയ്യാണ് ഒരു ത്രെറ്റ് ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ഉണ്ട്, ഒരു ചലഞ്ച് ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ബ്രെയിൻ എപ്പോഴാണോ സെൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളും അഡ്രിനാലിനും റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും, നമ്മുടെ ഡൈജഷൻ സ്ലോ ആകും, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ഫാസ്റ്റർ ആകും. ഇതൊക്കെ നമ്മളൊരു അലേർട്ട് സ്റ്റേജിലിരുത്താനും പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റെസ്പോൺസ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളെ ഒരു കാർ ഇടിക്കാൻ വരുന്ന സമയത്ത് ആക്ച്വലി ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ക്വിക്കായിട്ട് അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് അവിടെ നിന്ന് മാറാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയെ ഡേഞ്ചേഴ്സിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത് കാലങ്ങളായിട്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന പോലെയല്ലല്ലോ. പണ്ട് നമ്മൾ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അപ്പം അന്ന് ഒരു ലയൺ വരുമ്പോൾ, ഒരു സിംഹം നമ്മളെ പിടിക്കാൻ വരുമ്പോഴും നമുക്ക് റിലീസ് ചെയ്യുന്ന ഈ ഹോർമോണും അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പം ഒരു ഇമാജിൻഡ് ആയിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ചുമ്മാ കിടന്നിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതേ റെസ്പോൺസ് തന്നെയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് 2 ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകളാണ് നമുക്കുള്ളത്, യു സ്ട്രെസ്സും ഡിസ്ട്രെസ്സും. യു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്ട്രെസ്സ്, അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു കൈൻഡ് ഓഫ് ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, എക്സാമിനെ ഗുണകരമാക്കുന്ന, നന്നായിട്ട് പഠിക്കാനൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, കുറച്ചും കൂടെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റക്ക് ആക്കുന്ന, ആങ്ഷ്യസ് ആക്കുന്ന, കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം ഡിസ്കറേജ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ഡിസ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അക്യൂട്ട് സ്ട്രെസ് അഥവാ ഷോർട്ട് ടേം സ്ട്രെസ്. ഇതിപ്പോൾ നമുക്കൊരു ബസ് മിസ്സാവുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ, ഒരാളുമായിട്ടൊരു ആർഗ്യുമെൻറ്റിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാവുന്ന ഒരു ഇമ്മീഡിയറ്റ് ചലഞ്ചിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്ട്രെസ് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ നെഞ്ചിടിക്കുന്നുണ്ടാവാം, ശ്വാസം എടുക്കുന്നത് കൂടുന്നുണ്ടാവാം, ഒരു അലേർട്ട് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവാം. അക്യൂട്ട് സ്ട്രെസ്സിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ഗുഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഷോർട്ട് ലീവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇവൻറ്റ് കഴിഞ്ഞ് പോയി കഴിയുമ്പം നമ്മൾ അതിൽ നിന്ന് റിലീവ്ഡ് ആവാറുമുണ്ട്. പക്ഷെ നമ്മളിതൊരു ഡെയിലി ബേസിസിൽ നല്ലൊരു ഫ്രീക്വൻസിയിൽ ഇത് എന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഈ സ്ട്രെസ്സ് ഡ്രെയിൻ ചെയ്യിക്കാനും ചാൻസസ് ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ്സുകൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. സ്ട്രെസ്സോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഒക്കെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, പൊതുവേ നമ്മൾ ക്ലയൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡീപ്പ് ബ്രീത്ത്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു റിലാക്സ്ഡ് അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് ഈ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ബോഡിക്ക് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഡീപ്പ് ബ്രീത്ത്സ് നമുക്കൊരു ക്വിക്കായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ അക്യൂട്ട് സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾക്ക് 4-7-8 എന്നുള്ള ടെക്നിക്ക്
യൂസ് ചെയ്യാവുന്നതാണ്. 7-8 ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 4 സെക്കൻഡ് ബ്രീത്ത് നമ്മൾ എടുക്കുന്നു, ഒരു 7 സെക്കൻഡ് നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നു, ആൻഡ് 8 സെക്കൻഡ് എടുത്ത് നമ്മൾ അതിനെ എക്സൈൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ, നമ്മൾ നെർവസ് ആകുമ്പോൾ, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സൊക്കെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡീൽ ചെയ്യാനായിട്ട് ഈ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രീതിങ് ടെക്നിക്സ് കൂടാതെ നമ്മുടെ ബോഡി ഒന്ന് അനക്കുന്നത്, ഒന്ന് കയ്യോ കാലോ ഒക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഈ സ്ട്രെസ് ഹോർമോൺസ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതിനെ ഒന്ന് റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും അക്യൂട്ട് സ്ട്രെസ്സിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ഒരു ഫ്രണ്ടിനോട്, ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് ആ സ്ട്രെസ്സിങ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, തുറന്ന് സംസാരിക്കുന്നത്, ഇനി ആ ഫ്രണ്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് എഴുതി വെൻറ്റ് ഔട്ട് ചെയ്യുന്നതൊക്കെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന റീഅഷുറൻസുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ടെമ്പററി തിങ് ആണെന്നും ഇതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെന്നും ഒക്കെ നമ്മുടെ മനസ്സിന് റീഅഷുറൻസ് കൊടുക്കുന്നത് കുറേ രീതിയിലൊക്കെ നമുക്ക് ഈ അക്യൂട്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. ക്രോണിക് സ്ട്രെസ്, അതായത് ലോങ് ടേം സ്ട്രെസ്, നമ്മളൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ, അങ്ങനെ കുറച്ച് ദീർഘകാലത്തേക്ക് ഇരിക്കുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഡാമേജിങ് ഫോം ഓഫ് സ്ട്രെസ്സാണ്. കാരണം നമ്മുടെ ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ സ്റ്റേ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലോങ് ടേം ആയിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടാവാം. നമുക്ക് സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം, നമ്മുടെ ഓവറോൾ ആയിട്ടുള്ളൊരു മൂഡിനെ ബാധിക്കാം, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കാം, എന്നിങ്ങനെ കുറേ പ്രശ്നങ്ങൾ ക്രോണിക് സ്ട്രെസ്സിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പുമാണ്. ക്രോണിക് സ്ട്രെസ്സുകളെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എന്താണ് അവിടുത്തെ സ്ട്രെസ്സർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് കോസ് ചെയ്യുന്നത് എന്ത് കാരണത്താലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ബിൽഡ് എ കൺസിസ്റ്റൻറ്റ് റൂട്ടീൻ. നമ്മുടെ ലൈഫ് ആകെ മെസ്റ്റപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രക്ചറിനെയാണ്, പ്രെഡിക്റ്റബിലിറ്റിനെയാണ്. നമ്മളൊരു കൃത്യമായ ഒരു മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു ബെഡ് ടൈം റുട്ടീൻ, അതിപ്പം നമ്മൾ കൃത്യമായിട്ടൊരു സമയത്ത് എഴുന്നേൽക്കുന്നതാവാം, കുറച്ച് സമയം വെറുതെ ഇരിക്കുന്നതാവാം, ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതാവാം, ജേർണൽസ് പ്രാക്ടീസ് ചെയ്യുന്നതാവാം. അപ്പോൾ കൃത്യമായിട്ടൊരു മോർണിംഗ് റുട്ടീൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈം റുട്ടീൻസ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിന് കുറേ കാര്യങ്ങളെ പ്രഡിക്റ്റ് ചെയ്യാൻ, ഒരു സ്ഥിരമായിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകുന്നത് മൂലം നമുക്കൊരു കൃത്യമായ ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് അവിടെ പോസിബിൾ ആകുന്നതാണ്. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇൻലോസ് ആയിട്ടുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ബൗണ്ടറി സെറ്റിങ്ങിലൂടെയാണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുന്നതിലൂടെ, ചില ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടത്തിവിടാത്തതിലൂടെയൊക്കെ ആ ബൗണ്ടറി ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബിഗ്ഗർ ടാസ്ക്കായിട്ട് കാണാതെ അതിനെ സ്മോളർ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിലൂടെ ബെറ്ററായിട്ട് ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പ്രോബ്ലം വലുതായിട്ട് തോന്നുമ്പോൾ, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അവിടെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്യണമെന്ന് ഒറ്റയടിക്ക് ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമുക്കതിനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളായിട്ട് ഡീൽ ചെയ്യാം. ആദ്യത്തെ ഒരാഴ്ചത്തെ എക്സ്പെൻസുകളെ നമുക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാം. എവിടെയാണ് നമ്മുടെ പൈസ അനാവശ്യമായിട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ ബെറ്ററായിട്ട് മണി സേവ് ചെയ്യുന്നതും, ഇതുപോലെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളുടെ അഡ്വൈസൊക്കെ എടുക്കുന്നതാവാം, അല്ലെങ്കിൽ ആ വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാവാം. അങ്ങനെ മണിയെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാമെന്നുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആക്ച്വലി ആ സ്ട്രെസ്സിനെ നമുക്ക് ബെറ്ററായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. റിക്കവറി ആക്ടിവിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്ട്രെസ്സായിട്ട് അടച്ചു മുറിയിലിരിക്കുന്നതിന് പകരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് കിട്ടുന്നത്, ഒരു 10 മിനിറ്റ് നമ്മൾ നടക്കാൻ പോകുന്നത്, ഗാർഡനിങ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ എൻഗേജ്ഡ് ആവാം, അതല്ലെങ്കിൽ മെഡിറ്റേഷൻസ് പോലത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബ്രെയിനിനെ നമ്മളൊരു സേഫ് സ്പേസിലാണ് ഇപ്പോൾ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിക്കാനും അതുപോലെ നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പലപ്പോഴും പ്രോബ്ലംസ് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അധികമാകുന്ന സമയത്ത് ഒരു ക്ലോസ് ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനോട് നമുക്ക് സേഫായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുന്നത് കുറേയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഇനി ചില സിറ്റുവേഷനുകളിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെയുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ, ട്രെയിൻഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കാണുന്നതും അവിടെ സപ്പോർട്ട് എടുക്കുന്നതും ഒരു ഹെൽപ്ഫുൾ വേ ആണ്. സ്ട്രെസ് വളരെ സബ്റ്റിലായിരിക്കും, എന്നാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോകുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് ഒരു ഇമോഷണൽ സ്ട്രെസ്സിലൂടെയാണ്. ഇത് നമ്മുടെ നെഞ്ചിലൊരു ഭാരമായിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ബ്രെയിൻ ഫോഗ് ആയിട്ടും ഒക്കെയാണ് നമ്മളിത് പുറത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിലാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? ഇമോഷണൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതിലൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് ഇഷ്യൂ ഫേസ് ചെയ്യുകയാണ്, അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ബാഡ് മൂഡാണെന്നുള്ളതിനെ ജനറലൈസ് ചെയ്ത് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ അതിനെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ, ഐ ഫീൽ റിജക്റ്റഡ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ അവിടെ എനിക്കൊരു എന്താണ് ഇപ്പം നമുക്കൊരാൾ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് നമുക്കവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബാഡ് ഫീൽ, സങ്കടം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കവിടെ നമ്മളെ റിജക്റ്റ് ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളൊരു വേർത്തി ആയിട്ടുള്ള ഒരാളല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം, നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ അയാൾ ചൂസ് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അവിടെ എഴുതാനായിട്ട് നോക്കുക. അതിലൂടെ നമുക്ക് ആ ഇമോഷൻ എന്താണെന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കുകയും ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകുകയും ആ ഇമോഷണൽ ഇൻറ്റൻസിറ്റിയെ കുറച്ച് കുറയ്ക്കാനും ഒക്കെ ഈ ലേബലിംഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഇമോഷണൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിലുള്ള കാര്യങ്ങളെ കൃത്യമായി പ്രോസസ്സ് ചെയ്യാനായിട്ട് ജേർണൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ സെൽഫ് കമ്പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് സെൽഫ് ടോക്സ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ട് കുറച്ചും കൂടെ നമ്മളോട് തന്നെ സ്നേഹത്തിൽ പെരുമാറാൻ പറ്റുന്നതൊക്കെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്കിപ്പം ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചൈൽഡ്ഹുഡിലുള്ള കുറേ മുറിവുകളും ഈ ഒരു ഇമോഷണൽ സ്ട്രെസ്സിന് റീസൺ ആവാറുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് പലപ്പോഴും തെറപ്പിയിൽ അത് അഡ്രസ്സ് ചെയ്യുന്നതും ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് കുറേയൊക്കെ ഇമോഷണൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. മെൻ്റൽ സ്ട്രെസ്, അതായത് നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്നതിലൂടെ ചില പ്രത്യേക പാറ്റേൺ ഓഫ് തിങ്കിങ് ഒക്കെ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലായിട്ടുള്ളൊരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സ്, ഇത് പലപ്പോഴും പുറത്തുനിന്നുള്ളൊരു സ്ട്രെസ്സല്ല, നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ചില ചിന്താ രീതികൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ചില സമയത്ത് കാര്യങ്ങളെ ഭയങ്കര പെർഫെക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തോട്ടിലായിരിക്കാം മേ ബി നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മെൻ്റൽ സ്ട്രെസ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ഇത് ശരിക്കും ഒരു ഫാക്റ്റ് ആണോ അതോ നമ്മുടെ ചുമ്മാ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ഫിയർ ആണോ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതേപോലെ നമുക്ക് മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാം, ഗ്രൗണ്ടിങ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഇതിലൊക്കെ കൂടെ നമുക്ക് കുറേയൊക്കെ ഈ ഒരു മെൻ്റൽ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ മെൻ്റൽ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ടിങ് എക്സസൈസ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. നിങ്ങൾക്ക് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ എന്താണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൽ കാണാൻ പറ്റും. അതൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. നമ്മൾ ഈ ഒരു നിമിഷത്തിനെക്കുറിച്ച് അവെയർ ആകുന്ന, നമുക്ക് മൈൻഡ്ഫുൾനെസ്സിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സെൻസറി സ്ട്രെസ്, നമ്മളുടെ ഇപ്പോൾ ഉള്ളൊരു ജീവിത രീതി, ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സെൻസസിനെയൊക്കെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള കുറേ ടാബുകൾ തുറന്നു കിടക്കുന്നത്, ഒരു ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതാണ്, അത് നിങ്ങൾ കാണുക കേട്ടോ. നമ്മളൊരു ഡിജിറ്റൽ ഡീടോക്സ് എടുക്കുന്നത്, കുറേ കൂടെയൊക്കെ നേച്ചറായിട്ട് ഇൻവോൾവ് ആവുന്നത്, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ഒക്കെ ഓഫ് ചെയ്തിടുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സെൻസറി ഓവർലോഡിനെ അല്ലെങ്കിൽ സെൻസറി സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റ്
ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന്. ഇതൊരിക്കലും ഒരു തെറപ്പിയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷനോ ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നമുക്കത് മാനേജ് ചെയ്യാൻ തന്നെത്താനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് തന്നെ സീക്ക് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതുമാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.